തേങ്ങാപ്പാലൊഴിച്ച് മാങ്ങയിട്ട് ഒരു അയലക്കറിയാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മാങ്ങയുടെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതുണ്ട്. ഉള്ളി ചതച്ചത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, നമ്മൾ തേങ്ങാപ്പാൽ വെച്ചല്ലേ കഴിയുന്നത്. ഒരു അയലയൊക്കെ ആകുമ്പം ഗ്യാസിന് അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. അതും കൂടെ ഒന്ന് വഴറ്റും. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂക്കാൻ, ഒരുപാട് മൂക്കണ്ട. അതുപോലെ വഴറ്റി കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശകല മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതും കൂടി ഒന്ന് വഴറ്റി. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 2ാം തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. 1ാം തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കാം. ഇത് 2ാം തേങ്ങാപ്പാലാണ്. നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് വഴറ്റുമല്ലായിരുന്നു, നമ്മൾ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് അരിഞ്ഞ്. നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അയലയപ്പം നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. തിളച്ചിട്ടുണ്ട്. മാങ്ങ ഇന്ന് വെന്തിട്ടുമുണ്ട് ചേർന്ന്. അപ്പം നമുക്കിതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ തവിയൊന്നും ഇനി ഇടണ്ട. ഒന്ന് ചുറ്റി കൊടുക്കാവേ ചട്ടിയൊന്ന്. ഇതൊന്ന് അടച്ചു വെക്കാം.
നമുക്ക് മീൻ എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ മീനൊന്നും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാവേ. ചാറൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. നമ്മൾ ഒന്നാം പാല് ചേർക്കുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. ഇച്ചിരി നേരം കൊണ്ടിരിക്കട്ടെ. നമ്മളതിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചേക്കുവാണേ. നമ്മുടെ മീൻകറി എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മളിവിടെ മീനെല്ലാം വെന്ത് മാങ്ങ എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒന്നാം തേങ്ങാപ്പാൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറു തീയെ ആകാവുള്ള ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെറു തീയിലിട്ട് വേണം, സിമ്മിലിട്ട് വേണം നമ്മളൊന്ന് ഇത് ചൂടാക്കാനായിട്ട്. ചൂടേ ആകാവുള്ളൂ. അപ്പം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാവേ. നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാവേ. തവിയിട്ട് ഇളക്കല്ലേ. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്കിലും നമുക്കിതൊന്ന് കടുകൊന്ന് വറുത്തിടാം. നമ്മളൊരു ചെറിയ കടായി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ കടുക് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഈ എണ്ണയൊന്ന് ചൂടാകട്ടെ. അപ്പം എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 വറ്റൽമുളകും 2 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് ഓഫ് ചെയ്യുക.
ഉള്ളൊരു കളറിന് വേണ്ടി ഒരല്പം, അതൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, അല്ലെ കരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് മീൻ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.